+2 കഴിഞ്ഞിട്ടുള്ളൂ ഒരു കുട്ടിയുണ്ട. അപ്പോൾ അടിപൊളി കൊച്ചായിരുന്നു. അപ്പോൾ ആള് വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചേ വണ്ടിയിലിരുന്ന് കളിക്കണോണ്ട് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ചേട്ടൻ കളിക്കാറുണ്ടോ? ദൈവമേ. റിക്സും ചാലക്കുടിയുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സാധിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊബറിലെ ഒരു ദിവസം ആണ് മൊത്തത്തിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം ഒരു 12:20 ഇച്ചിരി ലേറ്റായി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ഊബർ ഓടി ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ തന്നെ എത്ര രൂപയ്ക്ക് CNG അടിക്കേണ്ടി വരും, എല്ലാം കഴിഞ്ഞ് എല്ലാ ചിലവും കഴിഞ്ഞ് ബാലൻസ് എത്ര കിട്ടും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ എന്തായാലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പതുക്കെ ഊബർ ഓണാക്കണില്ല. എനിക്ക് ചെറിയതായിട്ട് ചാലക്കുടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊബർ ഓണാക്കി പതുക്കെ പോയി തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറാണ് ഓടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോണേ. കിലോമീറ്റർ ട്രിപ്പാക്കി വെച്ചിട്ടുണ്ട്. 12:20 CNG ഇപ്പോൾ എന്തായാലും അത്യാവശ്യത്തിന് ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് തെറിക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഫൈൻ കിട്ടിയ കാരണം നമ്മൾ സൈഡിലെ സ്റ്റിക്കറൊക്കെ പറിച്ച് കളയാം കേട്ടോ, മറ്റേ നമ്പർ പ്ലേറ്റിൻ്റെ. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുക നമ്പർ. അപ്പോൾ അതൊക്കെ നമ്മൾ ഏകദേശം അടിച്ച് കഴിഞ്ഞ് 250 രൂപ പെയിൻറ്റ് നമ്പർ എഴുതിയതിനും 90 രൂപ റിഫ്ലക്ടറിനായിട്ടാണ്. അപ്പോൾ 3 സൈഡിൽ ബാക്കിൽ റെഡ്, സൈഡിൽ യെല്ലോ, ഫ്രണ്ടിൽ വൈറ്റ്, അതൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വരെ അങ്ങനെ നമ്മൾ 2:31 നമ്പറും അടിച്ച് ഒരു ഫോൺ പറഞ്ഞ സെക്കൻഡ് ഹാൻഡ് തന്നെ മേടിച്ചിട്ട്, അല്ല സെക്കൻഡ് ഹാൻഡ് അല്ല പുതിയത് തന്നെ മേടിച്ച് 6,500 രൂപയുടെ കേട്ടോ. ഇതാണ് സാധനം റെഡ്മിയുടെ. ഒരു 6,500 രൂപയ്ക്ക് ഫോൺ മേടിച്ചപ്പോൾ നമ്മൾ ഊബർ ഓൺ ആക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അത് എഗ്രി ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല, സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണോ അപ്പോൾ നമ്മളത് ഓൺലൈനിലാക്കാൻ പോണത് ഇപ്പോൾ 2:15 ഓണാക്കാൻ പോണേ. ഓൺലൈനായിട്ടുണ്ട്. അങ്ങനെ തന്നെതാ 2:11 ഇപ്പോൾ ഓൺലൈനിൽ കയറിയിട്ട് അടിച്ചിട്ടാ എടപ്പള്ളിക്ക്. എന്താണെന്നറിയില്ല, ഭാഗ്യമുണ്ട് കേട്ടോ. കോടൊക്കെ അടിച്ച് അടിപൊളി. രേണുക പൊങ്ങത്താട്ടോ നിൽക്കണേ, 10 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കണേ കറുകുറ്റിയിൽ. നല്ല ബ്ലോക്ക് ഉണ്ട്, കിട്ടാണോ പോയേക്കാം. വണ്ടി പണ്ട് പതുക്കെ തിരിച്ചോളൂ കേട്ടോ. അപ്പോഴേക്കും കസ്റ്റമർ ക്യാൻസൽ ചെയ്ത്. എനിക്കറിയില്ല എന്താ നമ്മൾ നീങ്ങാത്തോണ്ടാണ് എന്താണെന്ന് അറിയില്ല, ക്യാൻസൽ അടിച്ച്. അടിപൊളി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷോക്കാണ്. നമുക്ക് എന്തായാലും പതുക്കെ നീങ്ങി തുടങ്ങാട്ടാ. ചാലക്കുടിയിൽ നിന്നൊന്നും അടിച്ചില്ല കേട്ടാ, അവിടെ ഓണായി തന്നെ കിടക്കുന്നുണ്ട്. റാപ്പിഡോയും കൂടി ഞാൻ ഓണാക്കിയിട്ടിട്ടുണ്ട് കേട്ടാ. ഇനി എന്തെങ്കിലും അടിക്കും. ഇവിടെ നിന്നൊന്നും അടിക്കൂല, ഇവിടെ സർവീസ് അവൈലബിൾ അല്ല. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഓണാക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ പതുക്കെ അങ്കന്മാരേക്ക് തിരിക്കുകയാണ് കേട്ടോ, വണ്ടി തിരിക്കുക. അപ്പം എന്തായാലും ബാക്കി അങ്കന്മാരിൽ എത്തിയിട്ട് കാണാം. ഇതിൻ്റെ ഇടയിൽ അടിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ട്. അങ്ങനെ നമ്മൾ ചാലക്കുടി ഇങ്ങനെ പോരണ ഒഴുകി എന്താണെന്നറിയില്ലേ, വണ്ടിയുടെ ലോറിയുടെ ബാക്കിലെ ടയർ ഊരി പോയിട്ട് കിടക്കണണ്ട ടയർ. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിട്ട് അതേമാതിരി പോയിപ്പോൾ വേറൊരു വണ്ടിയുടെയും ഇതേമാതിരി അത് മൊത്തം ഒടിഞ്ഞു പോയേക്കാണ് കേട്ടോ. മൊത്തം അങ്ങോട്ട് ആ ടയറിൻ്റെ ആ ഒരു ലീഫ് മുതൽ മൊത്തം ഒടിഞ്ഞു പോയി കിടക്കണ്. എന്തായാലും ഇപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഊബർ അവിടെ ഓണായിട്ട് ഇരിക്കുന്നുണ്ട്. ചാലക്കുടിയിൽ ഭയങ്കര ശോകമാണ്. എന്തോ കൊണ്ട് നേരത്തെ നമുക്കൊരു ഓട്ടോ അടിച്ചു, പക്ഷെ അത് കസ്റ്റമർ ക്യാൻസൽ ചെയ്ത്. കാരണം നമ്മൾ ഇവിടുന്ന് അവിടെ എത്താൻ നേരം വൈകുമല്ലോ. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു കസ്റ്റമർ നമ്മുടെ ലൊക്കേഷൻ നോക്കിയിട്ടുണ്ടോ, നമ്മൾ നിൽക്കുന്നത് ചാലക്കുടിലാന്ന് പറയുമ്പോൾ ആൾക്ക് എത്താൻ നേരം വൈകുന്നുള്ളൊരു കാൽക്കുലേഷനിലായിരിക്കണം ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം നമ്മളിങ്ങനെ അത് പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് പോവാണ്. ബ്ലോക്ക് ഉണ്ടാണാവോ? ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ പാലം കയറി ഇറങ്ങുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ. എന്താണെന്ന് അറിയില്ല കേട്ടോ. അന്ന് കാര്യമായിട്ടുള്ള ബ്ലോക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്താണെന്ന് സമയത്തിൻ്റെ ആണോ ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു സമയത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വഴി കൂടെ കടത്തി വിട്ടില്ല, അപ്പുറത്തെ വഴി കൂടെയൊക്കെ ആയിരുന്നു ബ്ലോക്കായ കാരണം. വേറൊരു 3-4 കിലോമീറ്ററൊക്കെ കറങ്ങിയിട്ടൊക്കെയാണ് ചാടി കയറി വന്നത്. ഇപ്രാവശ്യം വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല. ഇപ്പം എന്തായാലും നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം. വെള്ളമെടുത്തും വെച്ച് അടിക്കുമെന്ന് അറിയാം. അതൊക്കെ പോയപ്പോൾ തന്നെ വലിയ പറമ്പോ നാളെ വലിയ പറമ്പെന്ന് വൈപ്പിരിക്ക് ഇടുക്കാണേ. അപ്പോൾ ഇതൊരു നിജ നിൽക്കണ സ്ഥലം നോക്കാട്ടാ. ഓക്കെ, സെറ്റ്. ഇപ്പം നാവിഗേഷൻ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ കസ്റ്റമർ നിൽക്കണത് 12 കിലോമീറ്റർ അപ്പുറത്തു നിന്നാട്ടോ ആ ഓട്ടോ അടിച്ചത്. 20 മിനിറ്റ് ഉണ്ട്
എന്തായാലും നമുക്ക് കസ്റ്റമറിനെ വിളിച്ചു നോക്കാം. ഇനി എങ്ങാനും എന്താ പറയുക നമ്മളവിടെ എത്തണതിന് മുമ്പ് ക്യാൻസൽ അടിച്ചാലാ. അപ്പോൾ ഒന്ന് ഉന്നി ചേച്ചിനെ നമുക്ക് വിളിച്ചു നോക്കാട്ടാ. നമുക്ക് ഐ ആം ഓൺ മൈ വേ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം വെച്ചാൽ വരെ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആകെ ഓടിയേക്കണത് 457 രൂപയാണ് 33 പൈസയും. ടൈം ഇപ്പോൾ 4:40 അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കാണിച്ചു തരാട്ടാ. കിലോമീറ്റർ 28.21 കിലോമീറ്റർ ഓടി 55 മിനിറ്റും 51 സെക്കൻഡും എടുത്തുവിട്ട 3:05 പിക്കപ്പ് ചെയ്ത ആളെ. ഫസ്റ്റ് ട്രിപ്പ് ഇത് ക്യാൻസൽ അടിച്ചേക്കണത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇങ്ങനെയാണ്. നമ്മളിത് വീണ്ടും ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. പതുക്കെ ആ വഴിയുടെ അവിടേക്ക് നീങ്ങി നിൽക്കാം. നല്ലൊരു കസ്റ്റമറായിരുന്നു. ഒരു ചേച്ചിയും 2 ചെറിയ പിള്ളേരും, ഒരു 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പിള്ളേരും ആയിരുന്നു. അത്യാവശ്യം ഞങ്ങൾ നല്ല രീതിയിൽ കമ്പനിക്ക് വർത്താനൊക്കെ പറഞ്ഞ് ജോലിയായിട്ടായിട്ട് പോന്നെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇനി അടുത്തത് കിട്ടുമെന്ന് നോക്കാം. റാപ്പിഡോയും കൂടി ഓണാണ് കേട്ടോ. റാപ്പിഡോയിൽ നിലവിൽ ഇത്ര നേരം ഇങ്ങോട്ട് പോകുന്ന വഴിയിലൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും അടിക്കുമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ 5:30 കേട്ടാ. 5:30 ഒരു അടിപൊളി വന്നിട്ടില്ല. അവിടെ തന്നെ കിടക്കണേ. മറ്റേ ഇവിടെ എന്താണ് വൈപ്പിന ആ ഒരു ഭാഗത്ത് നായരമ്പലം കറക്റ്റ് അവിടെയാണ് കിടക്കണേ. 5:30 ഇപ്പോൾ ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ടാകും തോന്നുന്നു. 4:40 തോന്നുന്നു ഇവിടെ ഡ്രോപ്പ് ചെയ്തത്. ഇപ്പോൾ ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. ഒരു അടി പോലും വന്നില്ല, ഒരു മാച്ച് ട്രിപ്പ് പോലും വന്നില്ല, ഒന്നുമില്ല. ഞാൻ ഓലയും കൂടി ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓലയും ഓൺ ചെയ്തിട്ടുണ്ട്. ഓലയും കൂടി ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യമില്ല. പിന്നെ ഉപേക്ഷിച്ചു തോന്നുന്നു. അതേ വേറെ കുറേ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തേരെ ആൾക്കാരെ കയറ്റിയിട്ട് ഇല്ലാണ്ടൊക്കെ അങ്ങോട്ടൊക്കെ പോകണുണ്ട്. നമുക്ക് മാത്രം ട്രിപ്പില്ല, കേസ് ട്രിപ്പില്ല. അത് കുറേ നേരം വിശർത്ത് കുടിച്ച് ഗ്ലാസ്സൊക്കെ കയറ്റി കിടന്നു. പിന്നെ കുറച്ച് നേരം പറ്റാണ്ടായപ്പോൾ ഗ്ലാസ് താത്തിയിട്ട് കഴിഞ്ഞിട്ടും ചൂട് പറ്റാണ്ടായപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കണേ. എന്താണെന്നറിയില്ല, ജാതി സീനാണ്. ഓട്ടം കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു 10 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂറെങ്കിലും ഓടണം. 12 മണിക്കൂറെങ്കിലും ഓടണ്ടേ. നമുക്കിവിടെ ഒരു വർക്ക് ടൈം എന്ന് പറയുന്നത് ഒരു 8 മണിക്കൂറെങ്കിലും അല്ലേ ചെറുത്. ഒരു 12 മണിക്കൂറത്തെ അനുഭവമാണ് കാണിക്കാൻ പോണേ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇപ്പം കിട്ടിയ ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ്. 12 കിലോമീറ്റർ പോയിട്ട് പിക്കപ്പ് ചെയ്തിട്ട് ഒരു 30 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 42 കിലോമീറ്റർ 42 കിലോമീറ്റർ. അപ്പോൾ ഇത് 457 രൂപയാണ് കിട്ടിയേക്കണത്. അപ്പോൾ അതായത് കിലോമീറ്ററിന് ഒരു 13 രൂപ 10 രൂപ 12 രൂപയ്ക്ക് ഉള്ളൂ. 12 രൂപയോളം നമുക്ക് കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ ചാലക്കുടിയിൽ നിന്ന് അങ്കമാലി വരെ കാലടിച്ച് പോകണം. അങ്കമാലി വരെ ചാലക്കുടിയിൽ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട്. ഈ സ്ഥാനത്ത് നമ്മൾ 12 കിലോമീറ്റർ കാലടിക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്ററാണ്. ഇപ്പോൾ വണ്ടി മൊത്തം വീട്ടിൽ നിന്ന് എടുത്തിട്ട് 55.3 കിലോമീറ്റർ ഓടിയിട്ടാ. പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി പോയി കിടന്നാലും ഭയങ്കര ശോകമായിരിക്കും. കാരണം ട്രിപ്പ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ലൈറ്റ് ഈ ടൈമിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഒക്കെ ഉണ്ട്. എയർപോർട്ടിൽ പോവുകയാണെങ്കിലും 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വെറുതെ കിടക്കണം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എയർപോർട്ടിൽ പോകാന്നുള്ളൊരു മൈൻഡിലായിരുന്നു പോയത്. അപ്പോഴേക്കും ട്രിപ്പ് അടിച്ചാരനാണ് എടുത്തത് ശരിക്കും നഷ്ടമാണ്. പക്ഷേ ഓട്ടം തരുന്നില്ല കേസ്, ഓട്ടം തരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും വേറെ അടിക്കുമെന്ന് നോക്കാം. നമ്മൾ കിടക്കണേ വണ്ടിയായിട്ട് കണ്ട ഒരു വണ്ടി ഇറക്കണണ്ട, ഒരു വാഗണർ ഒന്ന് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഓട്ടം കിട്ടണതിന് മുമ്പ് ആ വണ്ടി പോകുന്ന നോക്കാം. പുറത്ത് കിടക്കണ്ടായിരുന്ന വണ്ടി എന്ന് പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരനെ ഓട്ടടിച്ച് പോകണ്ട. മാപ്പൊക്കെ ഇട്ട് ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാ പോണ പുള്ളി. നമുക്ക് ഓട്ടല്ല കൈസ്, നമുക്ക് ഓട്ടല്ല. ഇതിപ്പോൾ സമയം 5:45 കണ്ടാ. ആ സ്പോട്ടിൽ തന്നെ ഒരു മാറ്റമില്ല. ദൈവമേ, ഒരു രക്ഷയില്ല കേട്ടാ. നമ്മൾ അവിടെ തന്നെ കിടപ്പാണ്. ഞാൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പതുക്കെ ഇവിടെ തെറിക്കാതെ വെച്ച് നിൽക്കണേ. ഒരു രക്ഷയില്ല. ഒരു 1.5 മണിക്കൂറോളം ആവാറായി. കുറേ വണ്ടികൾ, ടാക്സി വണ്ടികൾ ആ ഭാഗത്തോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞാനും ആ ഭാഗത്തേക്ക് പോയാലെന്നിരിക്കുക. എന്തായാലും വണ്ടി പതുക്കെ തിരിച്ചങ്ങോട്ടേക്ക് പോവാ, പുറകിലോട്ട് പോവാ. ഇനി എങ്ങാനും കിട്ടിയാലേ. കിട്ടിയിട്ടുണ്ട് കേട്ടാ. സൗത്തിലേക്കാണ് കൃഷ്ണന്തു. അപ്പോൾ നാവിഗേറ്റ് ചെയ്യാം. ഞാൻ പതുക്കെ നോക്കിയൊന്നുമില്ല കേട്ടോ. നാവിഗേറ്റിനാവത്തെ പുതിയ ഫോണാ. അത് ഇപ്പം സമയം 6:12 550 മീറ്റർ അപ്പുറത്താണ്. അപ്പം എന്തായാലും പിക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പം എന്തായാലും സൗത്തിൽ ചെന്നിട്ട് കാണാം ബാക്കി.
നമ്മള് ആ ട്രിപ്പ് ക്ലോസ് ചെയ്തു. അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടാ. ആ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പിൽ ഒരു കോമഡി ഉണ്ടായിരുന്നിട്ടാ. സംഭവം ആള് വണ്ടി കയറി കഴിഞ്ഞ പറഞ്ഞു ഒരു +2 കഴിഞ്ഞിട്ടുള്ളൂ ഒരു കുട്ടിയുണ്ടാ. അപ്പോൾ അടിപൊളി വെച്ചായിരുന്നു. അപ്പൊ ആള് വണ്ടി കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ പറഞ്ഞു ഗ്ലാസ് തുറന്നിട്ടുണ്ട് പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, അവിടെ താത്ത സ്ഥലമുണ്ട്, താത്തിക്കോളാം പറഞ്ഞു. അപ്പോൾ ആള് താത്തി കഴിഞ്ഞപ്പോ ഇങ്ങനെ എൻ്റെ അടുത്ത് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട് അതിരിപ്പള്ളി ഭാഗത്താണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് സംസാരിച്ച് കുറച്ച് ഇത് കഴിഞ്ഞപ്പോ ആളെൻ്റെ അടുത്ത് ചോദിച്ചേ വണ്ടിയിലിരുന്ന് കളിക്കണോണ്ട് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ ഞാന് ഇപ്പൊ എപ്പോഴും ഡബിൾ മൈൻഡ് ചിന്തിച്ച് എനിക്കങ്ങോട്ട് ഞാനിപ്പോ ദൈവം ഇത് എന്തിട്ടാണോ ചോദിക്കണേ. ഇനിയിപ്പൊ അതാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു സ്പന്ദിച്ച് ഇങ്ങനെ നിന്ന്. അപ്പൊ ആൾക്ക് പിടികിട്ടി ഞാൻ ഉദ്ദേശിച്ചിട്ട് അത് ആൾക്ക് പിടികിട്ടി. അപ്പൊ ആള് പൂരിച്ചിരി. ഞാനപ്പ അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല ഞാൻ ഈ ഫ്രീ ഫയർ കളിക്കാറുണ്ട്, ഫ്രീ ഫയർ കളിക്കണോണ്ട് സൗണ്ട് ഉണ്ടാവണോണ്ട് പ്രശ്നമുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ പറഞ്ഞു. അവര് കുഴപ്പമില്ല കളിച്ചോളാ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടൻ കളിക്കാറുണ്ടോ? ദൈവമേ ജാതി വിറ്റായിരുന്നിട്ടോ. ഞാൻ കളിക്കാറില്ല. ദൈവം അങ്ങനെയായിരുന്നു ഇന്നത്തെ അവസ്ഥ. ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് അപ്പൊ തന്നെ എനിക്ക് രണ്ടാമത് ട്രിപ്പ് അടിച്ച് ഫോട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു മാച്ച് അടിച്ചിട്ട് തോപ്പുംപടി കിട്ടാണാവോ കിട്ടി റുബീനാട്ടാ. ഓക്കെ അപ്പൊ അതെടുത്തിട്ട് പോവാട്ടാ, ബാക്കി പിന്നെ പറയാം. ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടാ ഒരു 5 പേര് വലിയവരും 3 പിള്ളേരും ഉണ്ടായിരുന്നിട്ടാ. ഇനി പോട്ടെ. കിട്ടിയ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടാ. അതിനകത്ത് 5 വലിയവരും 2 പിള്ളേരും ഉണ്ടായിരുന്നിട്ടാ. 2 പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ പിള്ളേരെന്നൊന്നും പറയാൻ പറ്റില്ല. 189 രൂപ കസ്റ്റമറിനെ മേടിച്ച് നമുക്ക് കിട്ടിയേക്കണത് 140 രൂപയാണ് കേട്ടാ. അത് ആ ട്രിപ്പ് അടിച്ച് നീങ്ങിയ വഴി തന്നെ എനിക്ക് മറ്റത് റാപ്പിഡോയിൽ അടിച്ചായിരുന്നിട്ടാ. റാപ്പിഡോയിൽ വെച്ചാൽ അതേപോലെ തന്നെ സൗത്തിക്ക് പോയപ്പോൾ 800 റാപ്പിഡോയിൽ അടിച്ചെടുക്കാൻ പറ്റിയില്ല, അത് അപ്പം തന്നെ പോയി. പക്ഷെ അത് ഓട്ടോ അടിച്ചേ പിന്നെയായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ മറ്റേ ആ കുട്ടീനെ പിക്ക് ചെയ്തില്ലേ, ആ സമയത്തും ഒരു ട്രിപ്പല്ല 4 ട്രിപ്പ് റാപ്പിഡോയിൽ അടിച്ച്. ഈ ട്രിപ്പ് കിട്ടിയതിന് ശേഷം ഒരു ട്രിപ്പ് തന്നെ 3 പ്രാവശ്യവും പിന്നെ വേറെ ഒരെണ്ണം 300 അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ തോപ്പുംപടിയിലുണ്ട്. ഇനി അടുത്തത് കിട്ടുമെന്ന് നോക്കാം. അപ്പം സമയം 8 മണി ആവാറായി. അപ്പം നമ്മുടെ മച്ചാൻ ഇവിടെ എവിടെ ഉണ്ടെന്ന് അറിയണ്ടായിരുന്നു. അപ്പം മച്ചാൻ എവിടെയാണെന്ന് നോക്കട്ടെ കേട്ടാ. അപ്പം എന്തെങ്കിലും കാണാം. മിനിറ്റായിട്ട് മാച്ച് അടിയാണ് കേട്ടാ. ഇപ്പം പറഞ്ഞടിച്ച് തൃപ്പൂണിത്തറ കേട്ടാ, ഏതോ ലക്ഷ്മി ഇന്നെന്താന്നറിയില്ല. പെമ്പിള്ളേര് തന്നെയാന്ന് തോന്നുന്നു കംപ്ലീറ്റ് അടി കളിക്കും. അപ്പം എന്തായാലും ഇതും കൂടി പിക്ക് ചെയ്യാട്ടാ. ഇതെന്തത് കട്ടാവണില്ലേ. അപ്പം എന്തായാലും ആളോട് കസ്റ്റമർ 1.5 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അപ്പം എന്തായാലും വണ്ടി എടുത്ത് പിക്ക് ചെയ്തത് കഴിഞ്ഞിട്ട് കാണാം. ആ ഓട്ടത്തിൻ്റെ പിക്കപ്പ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റോളം ആവാറായിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. കസ്റ്റമർ അകത്ത് എന്തോ പണി എടുത്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് എന്തൊക്കെ കൊണ്ട്. എന്തായാലും വരുമായിരിക്കും. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടാ. അപ്പം എന്തായാലും തൃപ്പൂണിത്തറ പോയിട്ട് വരാം. ഇതാ കാണുന്നത് കണ്ട ആ ചുവപ്പ് കളറിൽ ഒരു വര പോലെ, ആ സിഗ്നൽ ലൈറ്റ് ആണ്. സിഗ്നൽ ലൈറ്റ്. ആ ട്രിപ്പും കൂടി ക്ലോസ് ചെയ്തു കേട്ടോ. 245 രൂപ 58 പൈസയാണ് കേട്ടോ ആ ട്രിപ്പിൽ കിട്ടിയേക്കണത്. പിന്നെ ആ പോരുന്ന വഴിയിൽ നിങ്ങൾ കണ്ടില്ലേ മറ്റേ എന്താണ് സിഗ്നല്, ഞാനത് അറിയാവുന്നത് കൊണ്ട് നോക്കിയ കാരണം കേട്ടോ. അതല്ലെങ്കിൽ മനസ്സിലാവുക ഇല്ല അത് അവിടെ ഒരു സിഗ്നൽ ഉണ്ടോ എന്തൊരു സെറ്റപ്പ് എന്ന്. അത് അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തായാലും ആ വഴി കൂടെ ആരെങ്കിലും വരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ട്രിപ്പ് 13.54 കിലോമീറ്റർ ആയിരുന്നു. 30 മിനിറ്റോളം ഏകദേശം എടുത്തു. അപ്പോൾ ഒരു കിലോമീറ്ററിന് ഒരു 25 രൂപയോളം കിട്ടിയിട്ടുണ്ട്. 20 രൂപ മേളിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ ട്രിപ്പായിരുന്നു ഭയങ്കര മോശമായിരുന്നത്. 5 കിലോമീറ്റർ കൂടുതലും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 1.5 കിലോമീറ്ററോളം പിക്കപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതിനായി കിട്ടിയത് 140 രൂപയാണ്. മൊത്തം നമ്മളൊരു 7 കിലോമീറ്ററോളം ഓടി. 20 രൂപ വെച്ചെന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർ 7 പേരോളം കയറി. ഇനി സീറ്റ് ബെൽറ്റിന് വല്ല ഫൈൻ അങ്ങനെ അടിച്ചിട്ടുണ്ടാവോ. അങ്ങനെ ട്രിപ്പ് ക്ലോസ് ചെയ്തപ്പോൾ നല്ലൊരു അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വരാൻ ഇച്ചിരി ഡിലേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമിങ്ങിൽ തന്നെ വന്നു. ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. ആ പേയ്മെൻറ്റ് തന്ന് ഇപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തു.
ചെറുതായിട്ട് ചുമ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ്, കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ സമയം കൊണ്ട് ഒരു 1368 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടാ. ഇനി ഇവിടെ നിന്ന് ഒരു എയർപോർട്ടും കൂടി കിട്ടി കഴിഞ്ഞാൽ അടിപൊളി സുഖമായിട്ട് വീട്ടിൽ പോകായിരുന്നു. അതും പിടിച്ച് എയർപോർട്ടിന് സ്പോട്ട് എടുക്കുകയാണെങ്കിൽ അത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീടിൻ്റെ ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ അത്ര സന്തോഷം. പക്ഷെ ഒന്ന് സുഖമല്ലേ, അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ പോയിരിക്കും. എന്തായാലും ഇവിടുന്ന് ഓട്ടം ആ ഭാഗത്തേക്ക് കിട്ടണവരെ ഒരു 11 മണി വരെ 12 മണി വരെ ഓടാന്ന് വിചാരിക്കണേ. 12 മണിയാകുമ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് വെയിറ്റ് ചെയ്യണില്ല, വീട്ടിലേക്ക് പതുക്കെ തെറിച്ചുകൊണ്ടിരിക്കാം. പോണ വഴിയിൽ വരുന്നത് അടിക്കുകയാണെങ്കിൽ എടുക്കാം. അപ്പം എന്തായാലും അടുത്തത് കിട്ടണമെന്ന് നോക്കിയിരിക്കാം. കൂടി അടിച്ചിട്ടാ, ഇതൊരു ജോർജ് കുട്ടിയാണ്, ഒരു 147 രൂപ. എവിടെയാണ് എന്നിട്ട് തൃപ്പൂണിത്തറാന്ന് എവിടെയാണ്, ചോറ്റാനിക്കര എവിടെയാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നോക്കാം. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തായിരുന്നു കേട്ടോ. 175.58 പൈസയായിരുന്നു കേട്ടോ ഈ ട്രിപ്പിൽ കിട്ടിയിരുന്നത്. കുഴപ്പമില്ലാത്ത കസ്റ്റമറൊക്കെ ആയിരുന്നു, ഒരു 5 പേരാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു. ചോറ്റാനിക്കരയിലാണ് നിൽക്കണം. അപ്പം അത് ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കണമാണ്. ഒരെണ്ണം അടിപൊളിയായിട്ട് കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടുമായിരുന്നു. ഇനിയിപ്പോൾ അത് ലോക്കലായ കാരണം ഇവിടുന്ന് എന്തായാലും അത്യാവശ്യം കിട്ടിയല്ല കേട്ടാ. തൃപ്പൂണിത്തറയ്ക്ക് അടിച്ചിട്ട് തിരിച്ച് വീണ്ടും 187 സെയിം പൈസ തന്നെ, 180 തന്നെ കിട്ടി. ശ്രുതിയാണ് കേട്ടോ. നെവേറ്റ് ഇതൊക്കെ ഏകദേശം എടുത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, 700 മീറ്റർ അപ്പുറത്തിട്ടാ. അപ്പം എന്തായാലും പിക്കപ്പ് ചെയ്യാൻ പോവാം. അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് തൃപ്പൂണിത്തറ സ്റ്റാൻഡിൻ്റെ അവിടേക്ക് ആയിരുന്നു കേട്ടോ. സ്റ്റാൻഡിൻ്റെ അവിടെ ആളെ ഇറക്കിയ സമയത്ത് തന്നെ അവിടെ വേറൊരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആള് അപ്പം തന്നെ സ്പോട്ടിൽ ബുക്ക് ചെയ്ത് നമുക്ക് കിട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആളെ കയറ്റി ഇവിടെ കാക്കനാടൊക്കെയായിരുന്നു. അപ്പോൾ പോരുന്ന വഴിയിൽ നമ്മൾ CNG കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 620 രൂപയ്ക്കാണ് CNG അടിച്ചു. കസ്റ്റമർ കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല അടിപൊളി കസ്റ്റമറായിരുന്നു. 30 രൂപ ടിപ്പ് തന്നിട്ടാ. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിച്ച് കമ്പനിക്ക് ആയിട്ടാണ് പോകുന്നത്. ഒരു ചേട്ടനായിരുന്നു, പേര് പ്രിൻറ്റോ എന്നാണ് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. 201 രൂപ 79 പൈസ ആയിരുന്നു കേട്ടോ. പിന്നെ 30 രൂപ നമുക്ക് എക്സ്ട്രയും കിട്ടി. അപ്പം അങ്ങനെ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തത് ഇപ്പം കാക്കനാട് വന്ന് കിടക്കാൻ കേട്ടോ. ഇന്ന് നമ്മൾ മൊത്തം ഏകദേശം അല്ല 1924 രൂപ 14 പൈസയ്ക്ക് ഓടി, 14 പൈസയ്ക്ക്. അപ്പം എന്തായാലും കുഴപ്പമില്ല. ഇന്നെന്താണെന്ന് അറിയില്ല, എന്തോ എനിക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. സാധാരണ ഞാനിങ്ങനെ ഓടാൻ വരുമ്പോൾ ഇത്ര പൈസയ്ക്കൊന്നും ഓടാറില്ല, എന്തോ ഒന്ന് ലക്കാന്ന് തോന്നണം. അതേപോലെ തന്നെ ഇന്ന് കയറിയ കസ്റ്റമേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത നല്ല കസ്റ്റമറായിരുന്നു. ഒരു കസ്റ്റമർ മാത്രം, അത് കസ്റ്റമേഴ്സ് നല്ല കസ്റ്റമർ തന്നെയായിരുന്നു, ഇച്ചിരി ആൾ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു നിലവിൽ. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി കിട്ടുകയാണെങ്കിൽ, വീടിൻ്റെ ഭാഗത്തേക്ക് കിട്ടുകയാണെങ്കിൽ സെറ്റ് ഡണ്ണായി. എയർപോർട്ട് എങ്ങാനും കിട്ടുകയാണെങ്കിൽ, എയർപോർട്ട് വേണ്ട, അങ്കമാലിയോ ആലുവോ എങ്ങാനും കിട്ടുകയാണെങ്കിൽ പിന്നെ ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് കിട്ടുമൊന്നുമില്ല, എന്നാലും ഡെസ്റ്റിനേഷൻ ഇട്ട് അങ്ങോട്ട് പതുക്കെ തെറിക്കും. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഇടുന്നില്ല, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടുന്നിടത്തേക്ക് പോകാന്നുള്ളൊരു മൈൻഡാണ്. ഇതും കൂടി എടുത്തിട്ട് പിന്നെ ഒന്നില്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇട്ട് അങ്ങോട്ട് പോവും. വെയിറ്റ് ചെയ്യാൻ വഴിയില്ല, ഒരു 10 മിനിറ്റ് എങ്ങാനും വെയിറ്റ് ചെയ്യുള്ളൂ. ഡെസ്റ്റിനേഷൻ ഇട്ട് പോകാമെന്നാണ് വിചാരിക്കണേ. അപ്പം എന്തായാലും ഇനി അടിച്ചിട്ട് കാണാം. നിൽക്കണ സാധനം നമ്മുടെ ചങ്ക് ഓരോ യൂട്യൂബർ വല്ല കണ്ടുപരിച്ചിട്ടുണ്ടോ നോക്കി നോക്ക്. ഏത് സാധനങ്ങളാണേ വീടാണേ. ഇപ്പൊ എന്തായാലേ ഇനിയിപ്പോ ഊബർ ഓഫ് ചെയ്ത് ഫുഡ് അടിച്ചിട്ട് ബാക്കി കാണുക അല്ലേ. അപ്പൊ ചമാരെ നമ്മളവിടുന്ന് ഒരു പ്ലെയിൻ ഷവർമ്മ ഞങ്ങൾ 2 പേര് കഴിച്ച് കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞു. ഊബർ ഓണാക്കി തന്നെ ഇട്ടേട്ടാ, ഓഫ് ചെയ്തില്ല. അതേപോലെ തന്നെ റാപ്പിഡോയും കൂടി ഞാൻ ഓണാക്കിയിട്ടാണ്. ഓലയിൽ ഒരു അടി പോലും ഇന്നത്തെ ദിവസം അടിച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഫുഡ് കഴിച്ച് പതുക്കെ ഇറങ്ങിയ ടൈമിങ്ങിൽ തന്നെ മറ്റേ യാത്രയിൽ ഒരു അടി വന്നിട്ടാ. അത്ര 140 സെയിം ടൈമിങ്ങിൽ തന്നെ അവന്റെ ഫോണിലും വന്നിട്ടാ. ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയില്ല, അക്സെപ്റ്റ് ആയില്ല, വേറെ ആരും എടുത്തുന്നാ പറഞ്ഞത്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞൊക്കെ നിന്ന് പിന്നെ ഒന്നും കിട്ടാണ്ടായപ്പോ ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടാണ് പോന്നേക്കണത്. ഇപ്പോഴും ഡെസ്റ്റിനേഷൻ മാറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോളാണ് വീട്ടിലേക്കുള്ളൂ. അപ്പോ ഞാനിപ്പോ എന്തായാലും ഊബർ ഓഫ് ചെയ്തു കേട്ടാ. ഊബർ ഓഫ് ചെയ്തു, ഇപ്പോഴും ഓഫ് ചെയ്തുള്ളൂ. അപ്പൊ ഇന്ന് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 12-20 ആണെന്നുണ്ടെങ്കിലും ഊബർ ഓൺ ചെയ്തത് ഒരു 2:45 ആ ഒരു സമയത്താണ് ഊബർ ഓട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിൽ നിന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളൊരു
ഏവറേജ് ഒരു 12 മണിക്കൂറിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. ഒരു 11 മണിക്കൂറോളം ഓടി. 11 മണിക്കൂറോളം ഓടി. എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് തിരിച്ചത് ഇപ്പൊ ഏകദേശം വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ. 192 കിലോമീറ്റർ ആവും വീട്ടിലെത്തും ഏകദേശം. അപ്പോൾ 192 കിലോമീറ്റർ ഓടി. നമ്മൾ ഇന്ന് CNG അടിച്ചിരിക്കുന്നത് 620 രൂപയ്ക്കാണ്. വീട്ടിൽ നിന്ന് എടുത്തപ്പോ CNG 2 കട്ടയായിരുന്നു കുറവുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 3 കട്ട കുറവുണ്ട്. ഒരു ഏകദേശം ഒരു 250 രൂപേന്റെ CNG ഇന്നത്തെ ഓട്ടത്തിന് വേണ്ടിയിട്ട് കത്തിയിട്ടുണ്ട്. 191. അപ്പൊ ഒരു ഏകദേശം നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 28, 27, 26 ഇടയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ള മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ആകെ ഏൺ ചെയ്തിരിക്കുന്നത് 1924 രൂപ 44 പൈസ. ഊബറിൽ മാത്രമാണ് ഓടിയിരിക്കണേ. ബാക്കിയുള്ള ആപ്പുകളിലൊന്നും ഓടിയിട്ടില്ല. അതെന്തായാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നമ്മള് വീട്ടിലെത്തി. ഏകദേശം വീട്ടിലെത്തി. വീണ്ടും പുറത്തെത്തി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആകെ ഓടിയിരിക്കുന്നത് ഊബറിൽ 1924 8 ട്രിപ്പാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തേക്കണം കേട്ടോ. കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ലേ 192 കിലോമീറ്ററാണ് ഓടിയിരിക്കണത്. അയ്യോ മീറ്റർ ഞാൻ കാണിച്ചില്ല കേട്ടോ. പിന്നെ നമ്മളിന്ന് റാപ്പിഡോ ഓൺ ചെയ്തിട്ടുള്ളൂ. ഒരു 2-3 ഓട്ടോ അടിച്ചു എന്നുണ്ടെങ്കിലും ഒന്നും കിട്ടിയില്ല. കണ്ട ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ഒന്നും ഓടിയിട്ടില്ല. കണ്ട 0 കിടക്കണ്ട. റാപ്പിഡോ നമ്മൾ ഓഫ് ചെയ്തു. ഇപ്പോഴോട്ട് ഓഫ് ചെയ്ത്. അതേപോലെ തന്നെ അത് കേരള സവാരി നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഒരു ട്രിപ്പ് അടിച്ചേ ഉള്ളൂ. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇതിനകത്ത് 0 ആണ് എടുക്കണേ. അപ്പോൾ ഇതും ഓഫ്ലൈൻ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ ഓലയിലും കാണിച്ചു തരാം. ഇതിലും ഒന്നും ഓടിയിട്ടില്ല. പിന്നെ നമ്മളൊന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നു മാത്രം. ഇതിൽ ഓഫ്ലൈൻ ആക്കി. ഇന്നത്തെ ദിവസം ഇതിലും ഒന്നും ഓടിയിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ കാണിച്ചു തന്നെ പൈസ ഇന്നത്തെ. അപ്പം നമ്മൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാട്ടോ. അപ്പം ഇന്ന് ആകെ ഓടിയത് 1922 30 രൂപയോളം ടിപ്പും കിട്ടി. ഇപ്പോൾ 1952. അതൊരു 1960 കൂട്ടിപ്പോൾ 1960 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 രൂപ വെച്ചൊക്കെ കൂടുതലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1960. അതിനകത്ത് നമ്മൾ 620 രൂപയ്ക്കാണ് CNG അടിച്ചതെന്നുണ്ടെങ്കിലും നമുക്കൊരു അത്യാവശ്യത്തിന് ഒരു 750 രൂപയുടെ CNG കത്തിയിട്ടുണ്ട്. ഇപ്പോൾ 750 രൂപ CNG കത്തിയത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കി 1210 രൂപ. അതിൽ നമ്മളൊരു ആവറേജ് എന്താണ് ഉച്ചയ്ക്ക് 110 രൂപയ്ക്ക് ഭക്ഷണവും പിന്നെ വൈകുന്നേരം എൻ്റെ പൈസ അവന് തന്നെ കൊടുത്ത ശേഷം എന്നാലും എൻ്റെ ഒരു വീതം കണക്ക് കൂട്ടുകയാണെങ്കിൽ 160 രൂപ. അതും കൂട്ടുകയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ ദിവസത്തെ ബാലൻസ് 940 രൂപയാണ് കേട്ടോ. അതായത് നമ്മളിന്ന് ഓൺലൈനിൽ കിടന്നിരുന്ന ടൈം എന്ന് പറയുന്നത് ഒരു എത്ര മണിക്കൂർ ഓൺലൈനിൽ കിടന്നു നോക്കട്ടെ കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മൾ 10 മണിക്കൂർ 39 മിനിറ്റും ഓൺലൈനിൽ കിടന്നിട്ടാണ് 1924 രൂപ കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.